ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, NMMS എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും എല്ലാവരും. ഇതിനോടകം തന്നെ ഒരുപാട് ക്ലാസ്സുകൾ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇന്ന് സോഷ്യൽ സയൻസിലെ ഒരു ചാപ്റ്ററുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. നമ്മുടെ ചാപ്റ്ററിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് നദീതട സംസ്കാരങ്ങളിലൂടെ. പണ്ടത്തെ സംസ്കാരങ്ങളെ പറ്റി പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും വളരെ താല്പര്യമാണ്. ഇത്തരത്തിലുള്ള സംസ്കാരങ്ങളെ പറ്റിയിട്ടുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് പുരാവസ്തുക്കളിലൂടെയുമാണ്. ഇത്തരത്തിൽ ഉത്ഖനനം ചെയ്ത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള പുരാവസ്തുക്കളെ പറ്റി പഠിച്ചിട്ടാണ് പണ്ടത്തെ സംസ്കാരങ്ങളെ പറ്റിയുള്ള കൂടുതൽ അറിവുകൾ നമുക്ക് ലഭിക്കുന്നത്. നദീതട സംസ്കാരങ്ങളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നദികളുടെ തീരത്തുണ്ടായിട്ടുള്ള സംസ്കാരങ്ങളെയാണ് നാം നദീതട സംസ്കാരങ്ങൾ എന്ന് വിളിക്കാറുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് നദീതട സംസ്കാരങ്ങളെ പറ്റി പരിചയപ്പെടുന്നുണ്ട്. ആദ്യമായി സിന്ധു നദീതട സംസ്കാരത്തെ പറ്റിയിട്ടാണ് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട് അല്ലെ. അതായത് സിന്ധു നദിയുടെയും അതിന്റെ കൈവഴിയുടെയും തീരങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംസ്കാരങ്ങളെയാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത്. സിന്ധു നദിയുടെ തീരത്തുണ്ടായതുകൊണ്ടാണ് അതിന് ആ പേര് തന്നെ ലഭിക്കുവാൻ കാരണം. സിന്ധു നദീ തട സംസ്കാരം, അതായത് സിന്ധു നദിയുടെയും അതിന്റെ കൈവരികളുടെയും തീരപ്രദേശത്ത് ഉണ്ടായി വന്നിട്ടുള്ള സംസ്കാരമാണ് സിന്ധു നദീ തട സംസ്കാരം എന്ന് പറയുന്നത്. ഇനി പാകിസ്ഥാനിലെ ഹരപ്പയിലാണ് ആദ്യത്തെ ഉത്ഖനനം നടന്നിട്ടുള്ളത്. അതായത് സിന്ധു നദീതട സംസ്കാരത്തെ പറ്റിയിട്ടുള്ള അറിവ് ലഭിച്ചിട്ടുള്ളത് ആദ്യമായിട്ട് പാകിസ്ഥാനിലെ ഹരപ്പയിലാണ്. അവിടെയാണ് ആദ്യത്തെ ഉത്ഖനനം നടന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് ലഭിച്ച തെളിവുകൾ തൊട്ടാണ് സിന്ധു നദീതട സംസ്കാരത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുവാൻ തുടങ്ങിയത്. ഇത്തരത്തിൽ പാകിസ്ഥാനിലെ ഹരപ്പയിൽ ആദ്യമായി ഉത്ഖനനം ചെയ്തപ്പോൾ അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് ദയാറാം സാഹ്നി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പാകിസ്ഥാനിലുള്ള ഒരു ചരിത്രകാരനാണ് ഇദ്ദേഹം. അതായത് പാകിസ്ഥാനിലെ ഹരപ്പയിൽ ആദ്യമായി സിന്ധു നദീതട സംസ്കാരത്തിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായിട്ട് ഉത്ഖനനം നടത്തിയപ്പോൾ അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് ദയാറാം സാഹ്നി എന്ന് പറയുന്ന ഒരു പാകിസ്ഥാൻ ചരിത്രകാരനായിരുന്നു. ഇനി ഈ സിന്ധു നദീതട സംസ്കാരത്തെ പറ്റി ആദ്യമായിട്ട് തെളിവ് ലഭിച്ചത് ഹരപ്പ, പാകിസ്ഥാനിലെ ഹരപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നായതുകൊണ്ട് തന്നെ ഈ ഒരു നദീതട സംസ്കാരത്തെ, സിന്ധു നദീതട സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്നും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കോമൺ ആയിട്ട് നമ്മൾ വിളിച്ചു പോരാറുണ്ട്, ഹരപ്പൻ സംസ്കാരം. ഓക്കെ. ഇനി ഇന്ത്യയിൽ ഇത്തരത്തിൽ പുരാവസ്തു ഗവേഷണത്തിന് അല്ലെങ്കിൽ പുരാവസ്തു പഠനത്തിനായിട്ട് നേതൃത്വം നൽകുന്ന ഒരു സ്ഥാപനമുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നാണ് അതിന്റെ പേര്. അതായത് ഇന്ത്യയിലെ പുരാവസ്തു ഗവേഷണങ്ങളെ പറ്റിയിട്ടുള്ള പഠനത്തിന് നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ഒരു സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ സ്ഥാപനം ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. പാകിസ്ഥാനിലെ മോഹൻജൊദാരോയിൽ ഉത്ഖനനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ സിന്ധു നദീതട സംസ്കാരങ്ങളെ പറ്റിയിട്ടുള്ള അറിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മോഹൻജൊദാരോയിലും ഇത്തരത്തിൽ ഉത്ഖനനം നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് RD ബാനർജി ആയിരുന്നു. അതായത് പാകിസ്ഥാനിലെ മോഹൻജൊദാരോയിൽ ഇത്തരത്തിൽ ഉത്ഖനനം നടത്തിയപ്പോൾ അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? RD ബാനർജി ആയിരുന്നു. ഓർത്തു വെക്കുക. ഓക്കെ. ഇനി സിന്ധു നദീതട സംസ്കാരങ്ങളുടെ ഉത്ഖനനം നടക്കുന്ന സമയത്ത്, അതായത് 1921 കാലഘട്ടത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിട്ടുണ്ടായിരുന്നത് സർ തോമസ് മാർഷൻ ആയിരുന്നു. അതായത് സർ തോമസ് മാർഷൻ ആയിരുന്നു 1921, അതായത് സിന്ധു നദീതട സംസ്കാരങ്ങളെ പറ്റിയിട്ടുള്ള ഉത്ഖനനങ്ങൾ നടന്ന സമയത്ത് ഈ ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ സിന്ധു നദീതട സംസ്കാരത്തെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം വരുന്നത്, സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആദ്യത്തെ തെളിവുകൾ ലഭിച്ചത് എവിടെ നിന്നാണ്? സിന്ധു നദീതട സംസ്കാരത്തെ പറ്റിയിട്ടുള്ള ആദ്യത്തെ തെളിവുകൾ ലഭിച്ചത് എവിടെ നിന്നാണ്? എവിടെ നിന്നായിരുന്നു നമുക്ക് ആദ്യത്തെ തെളിവുകൾ ലഭിച്ചത്? ഹരപ്പയിൽ നിന്നായിരുന്നു അല്ലെ. പാകിസ്ഥാനിലെ ഹരപ്പയിൽ നിന്നായിരുന്നു സിന്ധു നദീതട സംസ്കാരത്തെ പറ്റിയിട്ടുള്ള ആദ്യത്തെ തെളിവുകൾ ലഭിച്ചത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. സിന്ധു നദീതട സംസ്കാരം ഹരപ്പൻ സംസ്കാരം എന്നറിയപ്പെടാൻ കാരണം എന്ത്? സിന്ധു നദീതട സംസ്കാരത്തെ ഹരപ്പൻ സംസ്കാരം എന്ന് നമ്മൾ വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താണെന്നാണ് ചോദ്യം. എന്തായിരിക്കും കാരണം?
അതെ, അതായത് സിന്ധു നദീതട സംസ്കാരത്തെ പറ്റിയിട്ടുള്ള ആദ്യത്തെ തെളിവുകൾ ലഭിച്ചത് എവിടെ നിന്നാണ്? പാകിസ്ഥാനിലെ ഹരപ്പയിൽ നിന്നാണ്. അതുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരത്തെ ഹരപ്പൻ സംസ്കാരം എന്നും നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സ്ഥാപനം ഏതാണ്? അതായത് ഇന്ത്യയിലെ പുരാവസ്തു ഗവേഷണത്തിന് അല്ലെങ്കിൽ പുരാവസ്തു പഠനത്തിന് നേതൃത്വം നൽകുന്ന സ്ഥാപനം ഏതാണ്? ഏതാണ് സ്ഥാപനം? അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇന്ത്യയിലെ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹരപ്പയിലെ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അതായത് സിന്ധു നദീതട സംസ്കാരത്തെ പറ്റിയിട്ടുള്ള ആദ്യത്തെ ഉത്ഖനനം നടക്കുന്നത് പാകിസ്ഥാനിലെ ഹരപ്പയിലാണെന്ന് നമ്മൾ പറഞ്ഞു. അന്ന് അതായത് ഇത്തരത്തിൽ ആദ്യത്തെ ഉത്ഖനനം നടത്തിയപ്പോൾ അതിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ചരിത്രകാരൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. ആരായിരുന്നു? ദയാറാം സാഹ്നി. പാകിസ്ഥാൻകാരനായിട്ടുള്ള ചരിത്രകാരനായിട്ടുള്ള ഈ ദയാറാം സാഹ്നിയാണ് ഈ ഇത്തരത്തിൽ ഹരപ്പയിൽ ഒരു ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ മോഹൻജൊദാരോയിൽ ഉത്ഖനനം നടത്തിയപ്പോൾ അതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? പാകിസ്ഥാനിലെ മോഹൻജൊദാരോയിൽ ഇത്തരത്തിൽ ഉത്ഖനനം നടത്തിയപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് അല്ലെങ്കിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ആരായിരുന്നു? R.D. ബാനർജി. ഇന്ത്യക്കാരനായിട്ടുള്ള ചരിത്രകാരനായിട്ടുള്ള R.D. ബാനർജി ആയിരുന്നു പാകിസ്ഥാനിലെ മോഹൻജൊദാരോയിൽ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം സിന്ധു നദീതട സംസ്കാരത്തെ പറ്റിയിട്ടുള്ള ഉത്ഖനനം നടക്കുന്ന കാലഘട്ടത്തിൽ, അതായത് 1921 കാലഘട്ടത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആരായിരുന്നു? അതായത് സിന്ധു നദീതട സംസ്കാരത്തെ സംബന്ധിച്ചുള്ള ഉത്ഖനനങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ 1921 കാലഘട്ടത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ, അതായത് പുരാവസ്തു ഗവേഷണ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അല്ലെ. ഇതിന്റെ ഡയറക്ടർ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഡയറക്ടർ ആരായിരുന്നു? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സർ ജോൺ മാർഷൽ ആയിരുന്നു ഇത്തരത്തിൽ ഈ ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത ഹാരപ്പൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകളിൽ നിന്നും വരാവുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തതായി സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഈ ഒരു ഹരപ്പൻ സംസ്കാരം ഏതൊക്കെ ഏരിയയിലാണ് വ്യാപിച്ചു കിടക്കുന്നത് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. പാകിസ്ഥാനിലെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലംഗീർപൂർ വരെയും പിന്നെ വടക്ക് ജമ്മു കാശ്മീർ മുതൽ നർമ്മദ തീരം വരെയും വ്യാപിച്ചു കിടക്കുന്നതായിരുന്നു ഈ സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. ഒന്നുകൂടി ഓർത്തു വെക്കാം. പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലംഗീർപൂർ വരെയും അതുപോലെ വടക്ക് ജമ്മു കാശ്മീർ മുതൽ നർമ്മദ തീരം വരെയും വ്യാപിച്ചു കിടക്കുന്നതായിരുന്നു സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കണം. ഓക്കെ, അടുത്തതായി BCE 2700 മുതൽ BCE 1700 വരെയായിരുന്നു ഈ ഒരു ഹരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് സിന്ധു നദീതട സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഏത് മുതൽ ഏത് വരെയാണ്? BCE 2700 മുതൽ BCE 1700 വരെ. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് 2 ചോദ്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹരപ്പൻ സംസ്കാരം നിലനിന്നത് എവിടെയാണ്? ഹരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം നിലനിന്നത് എവിടെയായിരുന്നു? അതെ, പാകിസ്ഥാനിലെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലംഗീർപൂർ വരെയും അതുപോലെ വടക്ക് ജമ്മു കാശ്മീർ മുതൽ നർമ്മദ തീരം വരെയും ഈ ഏരിയയിൽ അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിലാണ് ഈ ഒരു നമ്മുടെ സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരം നിലനിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ചോദ്യവും ഉത്തരവും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന കാലഘട്ടം ഏതാണ്? അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം നിലനിന്ന കാലഘട്ടം ഏതാണ്? ഏത് കാലഘട്ടത്തിലാണ് ഈ ഒരു ഹരപ്പൻ സംസ്കാരം നിലനിന്നിട്ടുണ്ടായിരുന്നത്? അതെ, BCE 2700 മുതൽ BCE 1700 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരം നിലനിന്നിട്ടുണ്ടായിരുന്നത്. BCE 2700 മുതൽ BCE 1700 വരെയുള്ള കാലഘട്ടം.
ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായി സിന്ധു നദീതട സംസ്കാരങ്ങളുടെ കേന്ദ്രങ്ങൾ എവിടെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അതായത് കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അത് ഏത് രാജ്യത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഞാനിവിടെ ഒരു ടേബിളിലായിട്ട് അത് കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് നോക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് കുറച്ച് കേന്ദ്രങ്ങൾ പറയുന്നു, അത് എവിടെയാണ്, ഏത് രാജ്യത്താണെന്നുള്ളത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ വരുന്നത് ഹരപ്പയാണ്. ഹരപ്പ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഹരപ്പ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാകിസ്ഥാനിലാണ്. രണ്ടാമതായിട്ട് വരുന്നത് മോഹൻജദാരോ. മോഹൻജദാരോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതും പാകിസ്ഥാനിൽ തന്നെയാണ്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് സുത്കാജൻദോർ. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതും പാകിസ്ഥാനിൽ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബനവാലി. ബനവാലി എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിലുള്ള ഒരു സ്ഥലമാണ് ബനവാലി. നെക്സ്റ്റ് അലങ്കീർപൂർ, അതും നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഏതാണ് അലങ്കീർപൂർ? എവിടെയാണുള്ളത്? ഇന്ത്യയിലാണ് ഉള്ളത്. അടുത്തതായി വരുന്നത് കാലിബംഗൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലാണ്. അടുത്തതായി വരുന്നത് ലോഥാൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതും ഇന്ത്യയിലാണ്. ദെൻ ഡോളാവീര എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? പാകിസ്ഥാനിലാണ്. ദെൻ വരുന്നത് റംഗ്പൂർ അതെവിടെയാണ്? അത് ഇന്ത്യയിലാണ്. ഓക്കെ, അവസാനമായിട്ട് വരുന്നത് ഷോർട്ടുഗായ് എവിടെയാണുള്ളത്? അഫ്ഗാനിസ്ഥാനിലാണ്. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്തു? കുറച്ച് കേന്ദ്രങ്ങളും അത് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നതും എന്നാണ് പറഞ്ഞത്. ഒരു തവണ കൂടി പറയാം. ഹരപ്പ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാനിലാണ്. മോഹൻജദാരോ, അതും പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. സുത്കാജൻദോർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എഗെയിൻ പാകിസ്ഥാനിൽ തന്നെയാണ്. ബനവാലി എവിടെയാണ്? ഇന്ത്യയിലാണ്. ബനവാലി എവിടെയാണ് ഉള്ളത്? ഇന്ത്യയിലാണ്. ദെൻ അലങ്കീർപൂർ എവിടെയാണ്? അതും ഇന്ത്യയിലുള്ള ഒരു കേന്ദ്രമാണ്. അതായത് സിന്ധു നദീതട സംസ്കാരത്തിന്റെ കേന്ദ്രമാണ്, ഹരപ്പൻ സംസ്കാരത്തിന്റെ കേന്ദ്രമാണ്. അടുത്തതായി വരുന്നത് കാലിബംഗൻ എവിടെയാണുള്ളത്? ഇന്ത്യയിലാണ്. ദെൻ ലോഥാൽ എവിടെയാണുള്ളത്? അതും ഇന്ത്യയിലാണ്. ദെൻ ഡോളാവീര, അത് പാകിസ്ഥാനിലുള്ള സ്ഥലമാണ്. രംഗ്പൂർ എഗെയിൻ ഇന്ത്യയിലാണ് വരുന്നത്. ദെൻ ഷോർട്ടുഗായ് എവിടെയാണ് വരുന്നത്? അഫ്ഗാനിസ്ഥാനിലാണ്. ഇത്രയും സ്ഥലങ്ങളാണ് പ്രധാനപ്പെട്ട സിന്ധു നദീതട സംസ്കാരങ്ങളുടെ കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരങ്ങളുടെ കേന്ദ്രങ്ങളും അതുപോലെ അത് സ്ഥിതി ചെയ്യുന്ന രാജ്യവും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തതായി നഗരവിശേഷങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് സിന്ധു നദീതട സംസ്കാരത്തിലെ അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരത്തിലെ നഗരവിശേഷങ്ങളെ പറ്റിയിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ കുറച്ച് പോയിന്റുകൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹരപ്പൻ സംസ്കാരത്തിലെ അല്ലെങ്കിൽ ഹരപ്പൻ നഗരങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ചുട്ട ഇഷ്ടിക ഉപയോഗിച്ചിട്ടാണ് അവർ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ചുട്ട ഇഷ്ടിക ഉപയോഗിച്ചിട്ടാണ് അവർ കെട്ടിട നിർമ്മാണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതായിരുന്നു. അതായത് നല്ല കട്ടിയുള്ളതായിരുന്നു, നല്ല ബലമുള്ളതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഹരപ്പൻ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അവരുടെ നഗരങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അവർ നിർമ്മാണം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ചുട്ട ഇഷ്ടിക ഉപയോഗിച്ചിട്ടായിരുന്നു. ഇനി ഇവിടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ, അതായത് സിന്ധു നദീതട സംസ്കാരത്തിന്റെ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഹരപ്പ, രണ്ടാമത് മോഹൻജദാരോ, നാലാമത് ലോഥാൽ. മൂന്നെണ്ണമാണ് കേട്ടോ. മൂന്നെണ്ണം ഏതൊക്കെയാണ്? ഹരപ്പ, മോഹൻജദാരോ, ലോഥാൽ. ഈ 3 നഗരങ്ങളാണ് ഈ ഒരു ഹരപ്പൻ സംസ്കാരത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഈ 3 നഗരങ്ങളെയും പ്രധാനമായിട്ടും 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് ഹരപ്പൻ സംസ്കാരത്തിൽ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തിൽ പ്രധാന നഗരങ്ങളെ പ്രധാനമായിട്ടും 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് ഒന്നെന്താണ്? ഉയർന്ന പ്രദേശവും രണ്ടാമത്തത് എന്താണ്? താഴ്ന്ന പ്രദേശവുമാണ്. അല്ലെങ്കിൽ ഉയർന്ന ഭാഗവും താഴ്ന്ന ഭാഗവുമായിരുന്നു. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ വരുന്നത് ഉയർന്ന ഭാഗമാണ്. പടിഞ്ഞാറൻ ഭാഗത്താണ് ഉയർന്ന ഭാഗം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ ഉയർന്ന ഭാഗം നഗരത്തിലെ ഭരണാധികാരികൾ താമസിക്കുന്ന സ്ഥലമായിരുന്നു. അതായത് നഗരത്തിലെ ഭരണാധികാരികൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് പടിഞ്ഞാറുള്ള ഉയർന്ന ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഒരു അസംബ്ലി ഹാൾ പോലെയുള്ള ഒരു ഹാളിന്റെ കുറച്ച് അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതായത് അന്നത്തെ ഭരണാധികാരികൾ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കാം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അസംബ്ലി ഹാൾ പോലെയുള്ള ഒരു ഹാളിന്റെ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന്റെ
കുറച്ച് അവശിഷ്ടങ്ങളും ഈ ഒരു ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഉയർന്ന ഭാഗത്ത് ആരാണ് താമസിക്കുന്നത്? ഭരണാധികാരികളാണ്. അല്ലെങ്കിൽ ഉയർന്ന ഭാഗം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ്? ഭരണാധികാരികളാണ്. അപ്പൊ താഴ്ന്ന ഭാഗം ആർക്കായിരിക്കും? സ്വാഭാവികമായിട്ടും അവിടുത്തെ സാധാരണ ജനങ്ങൾക്കായിരിക്കും. അതായത് ഈ താഴ്ന്ന ഭാഗം എന്ന് പറയുന്നത് ഹരപ്പൻ സംസ്കാരത്തിലെ ജനതയുടെ വാസസ്ഥല വാസസ്ഥലങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇവരുടെ പല വീടുകളുടെയും അവശിഷ്ടങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്നും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചരിത്രകാരന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള ഈ ഒരു നഗരത്തിലുള്ള വീടുകളുടെയും അവിടുത്തെ കുറച്ച് നഗരങ്ങളുടെയും കുറച്ച് പ്രത്യേകതകളാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഈ വീടുകൾ എന്ന് പറയുന്നത് തെരുവിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. തെരുവിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. വീടുകൾക്കൊക്കെ പലതരത്തിലുള്ള ഘടനയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ചില വീടുകൾക്കൊക്കെ സിംഗിൾ റൂം, ഒറ്റ മുറിയുള്ള വീടുകളായിരുന്നു ചിലതൊക്കെ. എന്നാൽ മറ്റു ചില വീടുകൾ എന്ന് പറയുന്നത് ഒരുപാട് മുറികളുള്ള വീടുകളായിരുന്നു. അതുപോലെ തന്നെ വലിയ മുറ്റമുള്ള വീടുകൾ ഉണ്ടായിരുന്നു, കിണറുകളുള്ള വീടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ശൗചാലയം ഉണ്ടായിരുന്നു. ഇതൊക്കെ അന്നത്തെ ആ ഒരു സംസ്കാരത്തിന്റെ പ്രത്യേകതകളെ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇനി ഇത്തരത്തിൽ ഹരപ്പൻ സംസ്കാരത്തിന്റെ നഗര ജീവിതത്തെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അഴുക്കുചാലുകളാണ്. അതായത് ഇവിടെ എല്ലാ വീടുകളിലും അഴുക്കുചാലുകൾ ഉണ്ടായിരുന്നു. ഈ വീടുകളിൽ നിന്നും വരുന്ന ഈ അഴുക്ക് ഒഴുകിച്ചേരുന്നത് നഗരത്തിലെ പ്രധാന അഴുക്കുചാലിലേക്കാണ്. അതായത് ഓരോ വീടുകളിൽ നിന്നുള്ള അഴുക്കുചാലുകളെ നഗരത്തിലെ പ്രധാന അഴുക്കുചാലുകളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ അഴുക്കുചാലുകളെല്ലാം സ്ലാബുകൾ ഉപയോഗിച്ചിട്ട് മറച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഈ സ്ലാബ് നിർമ്മാണമായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ അഴുക്കുചാലിന്റെ നിർമ്മാണമായിക്കോട്ടെ, അതുപോലെ തന്നെ വീടുകളുടെ നിർമ്മാണമായിക്കോട്ടെ, എല്ലാം തന്നെ ഇത്തരത്തിൽ ചുട്ട ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഒരു നഗരവിശേഷങ്ങളിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മഹാസ്നാനഘട്ടമാണ്. മഹാസ്നാനഘട്ടം അതായത് പാകിസ്ഥാനിലെ മോഹൻജൊദാരോയിൽ ഒരു വലിയൊരു കുളത്തിന്റെ അവശിഷ്ടം ലഭിക്കുകയുണ്ടായി. ഈ കുളത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ മഹാസ്നാനഘട്ടം എന്ന് പറയുന്നത്. ഈ കുളവും നിർമ്മിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടുമല്ല, മുഴുവനായും നിർമ്മിച്ചിട്ടുള്ളത് എന്തുപയോഗിച്ചിട്ടാണ്? ചുട്ട ഇഷ്ടിക ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനും വളരെയധികം നല്ല ബലമുള്ളതാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഈ ഒരു മഹാസ്നാനഘട്ടം എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു മഹാസ്നാനഘട്ടത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതായത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് മഹാസ്നാനഘട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാസ്നാനഘട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാസ്നാനഘട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മോഹൻജൊദാരോയിലാണ്, അല്ലെ? മോഹൻജൊദാരോ എവിടെയാണ്? പാകിസ്ഥാനിലാണ്. അതായത് പാകിസ്ഥാനിലെ മോഹൻജൊദാരോയിലാണ് ഈ മഹാസ്നാനഘട്ടം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മോഹൻജൊദാരോയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള കുളം എന്തുകൊണ്ട് നിർമ്മിച്ചതാണ്? ഇത്തരത്തിൽ ലഭിച്ചിട്ടുള്ള മഹാസ്നാനഘട്ടം എന്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്? ചുട്ട ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ചുട്ട ഇഷ്ടിക കൊണ്ടാണ് ഇത്തരത്തിൽ കുളം നിർമ്മിച്ചിട്ടുള്ളത്. കുളം മാത്രമല്ല, ഈ ഒരു ഹരപ്പൻ സംസ്കാരത്തിലെ എല്ലാ തരത്തിലുള്ള കെട്ടിടങ്ങളായിക്കോട്ടെ, വീടുകളായിക്കോട്ടെ, അതുപോലെ തന്നെ ഈ നമ്മുടെ അഴുക്കുചാലുകളായിക്കോട്ടെ, എല്ലാം തന്നെ എന്തുപയോഗിച്ചിട്ടാണ്? ചുട്ട ഇഷ്ടിക ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? അതിന് നല്ല ബലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, സിന്ധു നദീതട സംസ്കാരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്? സിന്ധു നദിയുടെ തീരത്ത് ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിന്ധു നദീതട സംസ്കാരത്തിലെ ജനത ഈ ഒരു സിന്ധു നദി തീരവുമായി ബന്ധപ്പെടുത്തി ഒരുപാട് കാർഷിക വിളകൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു സമയത്ത് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ കൃഷി വളരെ വ്യാപകമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. കൃഷിയുടെ ഈ ഒരു വ്യാപനം മൂലം ഇവർക്ക് ഒരുപാട് ധാന്യങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലഭിച്ച ധാന്യങ്ങൾ പിന്നീട് ഉണക്കുവാനും പിന്നീട് അത് ഉണക്കി സൂക്ഷിക്കുവാനും ഇവർ തുടങ്ങി. ഇത്തരത്തിൽ ഇവർ ഉണക്കിയ ഈ ധാന്യങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ധാന്യപ്പുരകൾ നിർമ്മിച്ചു. ഈ ധാന്യപ്പുരകൾ ഈ ഒരു സിന്ധു നദീതട സംസ്കാരത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. അതായത് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ധാന്യപ്പുരകൾ എന്ന് പറയുന്നത്. ഈ ധാന്യപ്പുരകൾ പ്രധാനമായിട്ടും നിർമ്മിച്ചിട്ടുള്ളത് എന്തിനായിരുന്നു? ഇവർ കൃഷി ചെയ്യുന്ന ധാന്യങ്ങൾ ഉണക്കി സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഇത്തരത്തിലുള്ള ധാന്യപ്പുരകളുടെ ഒരുപാട് അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ധാന്യപ്പുരകൾ എന്ന് പറയുന്നത് ഒരുപാട് ധാന്യം ഉണക്കുവാനും സൂക്ഷിക്കുവാനും കെൽപ്പുള്ള വലിയ തരത്തിലുള്ള കെട്ടിടങ്ങളായിരുന്നു. ഓക്കെ, ഇനി പലതരത്തിലുള്ള ധാന്യങ്ങൾ ഇവർ ഈ ഒരു സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഗോതമ്പ്, ബാർലി, തിന, എള്ള്, പയറുവർഗ്ഗങ്ങൾ, ഇത്തരത്തിൽ എല്ലാതും അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. ഓക്കെ, ഇനി ഈ ഒരു
നഗരങ്ങളിലായിരുന്നു ഇത്തരത്തിൽ ധാന്യപ്പുരകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഈ നഗരങ്ങളിലെ ജനങ്ങൾ ഭക്ഷണാവശ്യത്തിനും അതുപോലെ തന്നെ തൊഴിലാവശ്യത്തിനും ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രാമത്തെയായിരുന്നു. അതായത് നഗരത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ജനത ഈ ഒരു ഭക്ഷണാവശ്യത്തിനും അതുപോലെ തന്നെ തൊഴിലാവശ്യത്തിനുമായിട്ട് ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് ആരെയായിരുന്നു? ഗ്രാമങ്ങളെയായിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ നഗരങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പോളങ്ങളായിട്ടും ഗ്രാമങ്ങളെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഗ്രാമങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ ഗ്രാമപ്രദേശങ്ങളിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വ്യാപകമായിട്ട് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവിടെയുള്ള മണ്ണ് എന്ന് പറയുന്നത് വളരെയധികം ഫലഭൂഷ്ടമായ മണ്ണാണ്. അതായത് സിന്ധു നദി ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് നിക്ഷേപിച്ചിട്ടാണ് ഈ സിന്ധു നദി തീരപ്രദേശം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു തീരത്താണ് ഇവർ മെയിനായിട്ടും പ്രധാനമായിട്ടും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫലഭൂഷ്ടമായ മണ്ണായിരുന്നു. ഇനി ഈ ഒരു സിന്ധു നദീതട സംസ്കാരത്തിലെ ജനത കൃഷിക്കൊപ്പം തന്നെ മൃഗപരിപാലനവും ഉണ്ടായിരുന്നു. അതായത് ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു? ജനത മൃഗപരിപാലനം ഒരുപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനുള്ള ഒരുപാട് തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു സിന്ധു നദീതട സംസ്കാരത്തിലെ ജനത ഈ ധാന്യങ്ങൾ ഉണക്കി സൂക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ ഉണക്കി സംഭരിക്കുന്നതിന് എന്തിനെയായിരുന്നു ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്? അതായത് ഹരപ്പൻ സംസ്കാരത്തിലെ ജനത അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തിലെ ജനത ധാന്യങ്ങൾ ഉണക്കി സംഭരിക്കുന്നതിന് അല്ലെങ്കിൽ ഉണക്കി സൂക്ഷിക്കുന്നതിന് എന്തിനെയായിരുന്നു ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്? പ്രധാനമായിട്ടും ധാന്യപ്പുരകളെയായിരുന്നു ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തതായി സിന്ധു നദീതട സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരത്തിന്റെ കച്ചവടത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് സിന്ധു നദിയുടെ തീരത്താണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സിന്ധു നദി ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് നിക്ഷേപിച്ചിട്ടാണ് ഈ തീരം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഫലഭൂഷ്ടമായ മണ്ണാണ്. അതുകൊണ്ട് തന്നെ കൃഷി എന്ന് പറയുന്നത് അവിടെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഈ കൃഷിയുടെ വ്യാപകമായിട്ടുള്ള ആ ഒരു നിലനിൽപ്പ് കാരണം അവിടെ എന്തുണ്ടായിട്ടുണ്ട്? മിച്ച ധാന്യങ്ങൾ ഉണ്ടായി. ഇത്തരത്തിൽ ഇവർ മിച്ച ധാന്യങ്ങളെ പിന്നീട് എന്ത് ചെയ്തു? കച്ചവട കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ച് കച്ചവടം നടത്തുവാൻ തുടങ്ങി. ഇത്തരത്തിൽ കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ട് അളവുകളും തൂക്കങ്ങളും ഒക്കെ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെയുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഈ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ നിന്നും നമുക്ക് അതിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും നമുക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? ഒരുപാട് ലിഖിതങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ലിഖിതങ്ങളിൽ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിന് മെലൂഹ എന്ന് പറയുന്ന ഒരു പ്രദേശവുമായി ഒരു വാണിജ്യ ബന്ധം ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അതായത് മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള ചില വസ്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ പുരാവസ്തുക്കളിൽ നിന്നും നമുക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? അതിലെ ലിഖിതങ്ങളിൽ നിന്നും നമുക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? ഈ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിന് മെലൂഹ എന്ന് പറയുന്ന ഒരു പ്രദേശവുമായിട്ട് വാണിജ്യ ബന്ധം ഉള്ളതായിട്ടുള്ള സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ മെലൂഹ എന്ന് പറയുന്നത് ഹരപ്പ, അതായത് സിന്ധു നദീതട സംസ്കാരം തന്നെയാണ് എന്നാണ് ആര് പറയുന്നത്? ചരിത്രകാരന്മാർ വാദിക്കുന്നത്. ഓക്കെ, അതായത് മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള ലിഖിതങ്ങളിൽ നിന്നും മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിന് മെലൂഹ എന്ന് പറയുന്ന സ്ഥലവുമായിട്ടുള്ള വാണിജ്യ ബന്ധത്തെ പറ്റി പറയുന്നുണ്ട്. ഈ മെലൂഹ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഹരപ്പ തന്നെയാണ്. ഓക്കെ, ഇനി കടൽ വഴിയുള്ള വാണിജ്യത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് ലോഥാൽ ആയിരുന്നു. അതായത് കടൽ മാർഗമുള്ള വാണിജ്യ ബന്ധത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ഏതായിരുന്നു? ലോഥാൽ ആയിരുന്നു. അതും കൂടി ഓർത്തു വെക്കാം. ഓക്കെ, ഈ ഹരപ്പൻ സംസ്കാരത്തിന്റെ നമുക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകളിൽ നിന്നും ഇവർ കോയിനുകൾ, അതായത് നാണയങ്ങളൊന്നും ഉപയോഗിച്ചതായിട്ടുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ രാജസ്ഥാനിലെ ഗേത്രി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ചെമ്പും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും വെളുത്തി എന്ന് പറയുന്ന ഒരു ലോഹത്തിന്റെയും അവശിഷ്ടങ്ങളൊക്കെ ലഭിക്കേണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് രാജസ്ഥാനിലെ ഗേത്രിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചെമ്പും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വെളുത്തി, ഈ രണ്ട് ലോഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ വെങ്കലം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് ചെമ്പ്, വെളുത്തി തുടങ്ങിയിട്ടുള്ള ലോഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ വെങ്കലം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ വെങ്കലം ഉപയോഗിച്ച് ഇവർ ഒരുപാട് വസ്തുക്കൾ ഉണ്ടാക്കി, ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് പാത്രങ്ങൾ, ഒരുപാട് ആഭരണങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വെങ്കലം ഇവർ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ സിന്ധു നദീതട സംസ്കാര കാലഘട്ടത്തിലാണ്. അതായത് രാജസ്ഥാനിലെ ഗേത്രിയിൽ നിന്നും എന്ത് ലഭിച്ചവർക്ക്? ചെമ്പ്, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും വെളുത്തി. ഇതിന്റെ രണ്ടിന്റെയും കൂടി ഒരു മിശ്രിതമാണ് അല്ലെങ്കിൽ ഒരു മിക്സ് ആണ് എന്തെന്ന് പറയുന്നത് വെങ്കലം എന്ന് പറയുന്നത്. ചെമ്പിന്റെയും വെളുത്തിയുടെയും ഒരു മിശ്രിതമാണ് അല്ലെങ്കിൽ ഒരു മിക്സ് ആണ് എന്തെന്ന് പറയുന്നത് വെങ്കലം എന്ന് പറയുന്നത്.
ഈ വെങ്കലം ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്തു? പാത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ഉണ്ടാക്കി, ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ വ്യാപകമായി വെങ്കലം ഉപയോഗിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തെ, അതായത് ഹരപ്പൻ സംസ്കാരത്തെ വെങ്കലയുഗ സംസ്കാരം എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, എന്താണ് ഹരപ്പൻ സംസ്കാരത്തിന്റെ മറ്റൊരു പേരാണ് എന്തെന്നുള്ളത്? വെങ്കലയുഗ സംസ്കാരം. പ്രധാന കാരണം എന്താണ് അത്തരത്തിലൊരു പേര് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? വെങ്കലം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു കച്ചവടം എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിലിന്റെ കീഴിൽ നമുക്ക് ഒരു 2-3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, കടൽ വഴിയുള്ള മെസപ്പട്ടോമിയൻ ഹാരപ്പൻ കച്ചവട ബന്ധത്തിലെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? ഇത് കടൽ മാർഗമുള്ള മെസപ്പട്ടോമിയൻ അതുപോലെ തന്നെ ഹാരപ്പൻ, ഈ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള കച്ചവടത്തിന്റെ കേന്ദ്രം, കടൽ മാർഗമുള്ള കച്ചവട കേന്ദ്രം ഏതായിരുന്നു? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഏതാണ്? ലോഥാലാണ്. ലോഥാലാണ് കടൽ മാർഗമുള്ള കച്ചവടത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അതായത് മെസപ്പട്ടോമിയൻ അതുപോലെ തന്നെ ഹരപ്പൻ, ഈ 2 സ്ഥലങ്ങളും തമ്മിലുള്ള, അല്ലെങ്കിൽ 2 സംസ്കാരങ്ങളും തമ്മിലുള്ള ഈ ഒരു കടൽ മാർഗമുള്ള വാണിജ്യ ബന്ധത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്? ലോഥാലാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം വരുന്നത്, ഹരപ്പൻ സംസ്കാരത്തിന്റെ മറ്റൊരു പേര് എന്താണ്? ഹരപ്പൻ സംസ്കാരത്തിന്റെ മറ്റൊരു പേര് എന്താണ്? വെങ്കലയുഗ സംസ്കാരം. വെങ്കലയുഗ സംസ്കാരം. ഇപ്പൊ 3 പേരായി അല്ലെ? അതായത് സിന്ധു നദീതട സംസ്കാരം, ഹരപ്പൻ സംസ്കാരം, അതുപോലെ വെങ്കലയുഗ സംസ്കാരം. സിന്ധു നദീതട സംസ്കാരം എന്ന പേര് ലഭിക്കാൻ കാരണം എന്താണ്? സിന്ധു നദിയുടെ തീരത്തും അതുപോലെ തന്നെ അതിന്റെ കൈവഴിയുടെ തീരത്തുമാണ് ഈ സംസ്കാരം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഇതിന് എന്തുകൊണ്ടാണ് ഈ ഒരു ഹരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്? അതായത് സിന്ധു നദീതട സംസ്കാരത്തിനുള്ള ആദ്യത്തെ തെളിവുകൾ ലഭിച്ചത് പാകിസ്ഥാനിലെ ഹരപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ടാണ് ഇതിനെന്ത് എന്നത് ഹരപ്പൻ സംസ്കാരം എന്ന പേര് വന്നത്. ഇപ്പൊ മൂന്നാമതായിട്ട് എന്ത് പേരും കൂടി കിട്ടുകയാണ്? വെങ്കലയുഗ സംസ്കാരം. അതായത് ഈ ഒരു കാലഘട്ടത്തിലാണ് ജനത ഏറ്റവും കൂടുതലായിട്ട് വെങ്കലം ഉപയോഗിക്കുവാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇതിന് വെങ്കലയുഗ സംസ്കാരം എന്നും വിളിക്കാൻ കാരണം. അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഹരപ്പൻ സംസ്കാരത്തെ വെങ്കലയുഗ സംസ്കാരം എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? എന്തായിരിക്കും കാരണം? ഇവർ വെങ്കലം ഉപയോഗിച്ചിട്ട് സാധനങ്ങളും അതുപോലെ തന്നെ ആഭരണങ്ങളും ഒക്കെ വ്യാപകമായി ഉണ്ടാക്കാൻ തുടങ്ങിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ വെങ്കലയുഗ സംസ്കാരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കച്ചവടവുമായി ബന്ധപ്പെടുത്തിയിട്ട് സിന്ധു നദീതട സംസ്കാരത്തെ, അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരത്തെ, അല്ലെങ്കിൽ വെങ്കലയുഗ സംസ്കാരത്തെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്തതായി ഹരപ്പൻ സംസ്കാരത്തിലെ കരകൗശല വിദ്യയെ പറ്റിയിട്ടും അല്ലെങ്കിൽ കരകൗശല വസ്തുക്കളെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ഹരപ്പൻ സംസ്കാരത്തെ പറ്റിയിട്ട് ഒരുപാട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. മുദ്രകൾ ലഭിച്ചിട്ടുണ്ട്, ശില്പങ്ങൾ ലഭിച്ചിട്ടുണ്ട്, പാത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ആഭരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കരകൗശല വിദ്യയിൽ ഇവർ വളരെയധികം വൈദഗ്ധ്യമുള്ള ആളുകളായിരുന്നു. ആര്? ഹരപ്പൻ സംസ്കാരത്തിലെ ജനത. ഓക്കെ, അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വെള്ളി, സ്വർണം, വെങ്കലം തുടങ്ങിയ ലോഹങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പാത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കരകൗശല വിദ്യയിൽ അവർ വളരെയധികം വൈദഗ്ധ്യമുള്ള ആളുകളായിരുന്നെങ്കിലും ഈ ആയുധ നിർമ്മാണത്തിൽ അവർ വളരെ പുറകിലായിരുന്നു. അതായത് ആയുധങ്ങൾ അവർ വളരെയധികം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നില്ല. പകരം കരകൗശലത്തിലായിരുന്നു അവർ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഹരപ്പൻ ജനതയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഇവരുടെ ഈ ഒരു കഴിവിനെ അല്ലെങ്കിൽ കലാവൈദഗ്ധ്യം കാണിക്കുന്നത് അവരുടെ മുദ്രകളിലൂടെയാണ്. അതായത് നമുക്ക് തെളിവായിട്ട് ലഭിച്ചിട്ടുള്ള മുദ്രകൾ വഴിയാണ് ഇവർ എത്രത്തോളം കലാവൈദഗ്ധ്യം ഉള്ള ആളുകളാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഇവർ കളിമണ്ണ്, അതുപോലെ തന്നെ ശിലകൾ, കല്ല്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ പ്രധാനമായിട്ടും ശിലകളും അതുപോലെ തന്നെ ഈ ശില്പങ്ങളും പാത്രങ്ങളും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മോഹൻജദാരോയിൽ നിന്ന് ലഭിച്ച ഒരു നർത്തകിയുടെ ശില്പമുണ്ട്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് കേട്ടോ. മോഹൻജദാരോയിൽ നിന്ന് ലഭിച്ച ഒരു നർത്തകിയുടെ ചിത്രമുണ്ട്. ഇതെന്താണ്? ഇവരുടെ ഈ ഒരു കലാവൈദഗ്ധ്യം കാണിച്ചു തരുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു. ഇനി ഒരു ഭാഗത്ത് നിന്നും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരാൻ നോക്കാം. അപ്പൊ ഇവരുടെ ഈ ഒരു കരകൗശല വിദ്യ അല്ലെങ്കിൽ കരകൗശലത്തിലുള്ള അവരുടെ വൈദഗ്ധ്യം കാണിക്കുമ്പോൾ തന്നെ പ്രധാനമായും നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ മുദ്രകളാണ്. അപ്പൊ മുദ്രകളാണ് ഈ ഒരു കരകൗശലത്തെ പറ്റി നമുക്ക് പ്രധാനമായിട്ടുള്ള ഐഡിയ തരുന്നത്. അതുകൊണ്ട് ചില മുദ്രകൾ തന്നുകൊണ്ട് ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാൻ ചാൻസ്. അപ്പൊ 2 ചോദ്യങ്ങളാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 ചിത്രങ്ങൾ വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ മുദ്രകളുടെ ചിത്രങ്ങൾ വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഫസ്റ്റത്തെ ചോദ്യം ഇതാണ്. ഒരു ഇമേജ് ആണ് തന്നിട്ടുള്ളത്. ആ ഒരു ചിത്രം കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, എന്നിട്ട് ചോദ്യം ഇതാണ്, ഈ ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ ചിത്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആ ചിത്രം കറക്റ്റ് ആയിട്ട് നോക്കുക, കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ഈ ചിത്രം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഹരപ്പയിൽ നിന്നും ലഭിച്ച ധോളാവീരയിലെ സൂചനാ ബോർഡാണിത്. അതായത് ഹരപ്പയിൽ നിന്നും ലഭിച്ച
ധോളാവീരയിലെ സൂചനാ ബോർഡാണിത്. ഓക്കെ, കൃത്യമായിട്ട് ആ ചിത്രം ഒന്ന് നോക്കി വെക്കുക. രണ്ടാമത്തെ ചോദ്യം ഒരു ചിത്രം വെച്ചത്, ഒരു ഇമേജ് വെച്ചിട്ടുള്ളതാണ്. ഇതാണ് ആ ഇമേജ്, ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ ചോദ്യം ഇതാണ്: ഈ ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്തിനെ സംബന്ധിക്കുന്നതാണ്? ഇതെന്തിനെ സംബന്ധിക്കുന്നതാണ്? ഹരപ്പയിൽ നിന്നും ലഭിച്ച മുദ്രകളും ലിപികളും ആണിത്. അതായത് ഹരപ്പയിൽ നിന്നും ലഭിച്ചിട്ടുള്ള മുദ്രകളെയും ലിപികളെയും സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ഇമേജുകളാണ് ഇത്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നും, അല്ലെങ്കിൽ ഈ ഒരു കരകൗശല വസ്തുക്കളുടെ ആ ഒരു ഏരിയയിൽ നിന്നും വരാവുന്ന ചോദ്യോത്തരങ്ങൾ എന്ന് പറയുന്നത്. ഹരപ്പൻ സംസ്കാരത്തെ പറ്റിയിട്ടുള്ള ഏറ്റവും അവസാനത്തെ ടോപ്പിക്കിലേക്കാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത്. ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച. എങ്ങനെയാണ് ഹരപ്പൻ സംസ്കാരം തകർന്നത്, അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് ഇത് തകർന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഹരപ്പൻ സംസ്കാരത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് BCE 2700 മുതൽ BCE 1700 വരെയാണെന്നുള്ളത്. അപ്പൊ എന്താണ്, ഏകദേശം ഈ ഒരു 1700 BCE 1700 മുതൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ഹരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കണം? ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഇത്തരത്തിൽ ഈ ഒരു സിന്ധു നദീതട സംസ്കാരം ക്ഷയിച്ചു പോകുന്നതിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു കാരണം നമുക്ക് പറയാൻ അറിയില്ല. എന്നാൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ എന്ന് നോക്കാം. പ്രധാനമായിട്ടും വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, അതുപോലെ തന്നെ വനനശീകരണം, കാർഷിക മേഖലയിലുണ്ടായ തകർച്ച, പകർച്ചവ്യാധികൾ, ഇങ്ങനെ ഒരുപാട് കാരണങ്ങളാണ് ഈ ഒരു ഹരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തിന്റെ തകർച്ചയുടെ കാരണങ്ങളായിട്ട് പറയുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. ആ ചോദ്യം എന്ന് പറയുന്നത്, ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച തുടങ്ങിയ കാലഘട്ടം ഏതാണ്? ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച തുടങ്ങിയ കാലഘട്ടം ഏതാണ്? കൃത്യമായിട്ട് നമുക്ക് പറയാൻ വയ്ക്കില്ല. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏകദേശം BCE 1700, അതായത് ഏകദേശം BCE 1700 ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച ആരംഭിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹരപ്പൻ സംസ്കാരത്തെ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തെ അല്ലെങ്കിൽ വെങ്കല യുഗ സംസ്കാരത്തെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് പോയിന്റുകളും അതിൽ നിന്ന് വരാവുന്ന ചോദ്യോത്തരങ്ങളും. സിന്ധു നദീതട സംസ്കാരത്തെ പറ്റിയിട്ടാണ് നാം ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തും മറ്റു ചില സംസ്കാരങ്ങൾ കൂടി നിലനിന്നിട്ടുണ്ടായിരുന്നു. അവ ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും, അതായത് സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്ന സമയത്ത് പ്രധാനമായിട്ടും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്, ആദ്യത്തേത് മെസപ്പൊട്ടാമിയൻ സംസ്കാരം, അടുത്തതായി വരുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരം, പിന്നീട് വരുന്നത് ചൈനീസ് സംസ്കാരം. ഈ 3 സംസ്കാരങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതുമായി സംബന്ധിച്ചു വരുന്ന ചോദ്യോത്തരങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 3 സംസ്കാരങ്ങൾ, അതായത് മെസപ്പൊട്ടാമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, അതുപോലെ തന്നെ ചൈനീസ് സംസ്കാരം, ഇവയുടെ ഒക്കെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെങ്കലം ഉപയോഗിച്ചുകൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണമായിരുന്നു. അതായത് വെങ്കലം ഇവർ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, സിന്ധു നദീതട സംസ്കാരത്തിലും ഇവർ വെങ്കലം കൂടുതലായിട്ട് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് സിന്ധു നദീതട സംസ്കാരത്തെ വെങ്കലയുഗ സംസ്കാരം എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സിന്ധു നദീതട സംസ്കാരത്തെ മാത്രമല്ല വെങ്കലയുഗ സംസ്കാരം എന്ന് വിളിച്ചിട്ടുള്ളത്. പകരം എന്താണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ സംസ്കാരങ്ങളെയും, അതായത് മെസപ്പൊട്ടാമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഈ സംസ്കാരങ്ങളെ കൂടി എന്ത് പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു? വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണ്? വെങ്കലം വ്യാപകമായി ഉപയോഗിച്ചത് കൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് പോകാൻ പോകുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തെ പറ്റിയിട്ടാണ്. അവിടെയുള്ള ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവരുടെ വൈദഗ്ധ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തെ പറ്റി ആദ്യമായിട്ട് പറയുമ്പോൾ അവിടെ റൂൾ ചെയ്തിരുന്ന അല്ലെങ്കിൽ അവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്ന രാജാക്കന്മാരെ പറ്റിയിട്ടാണ് ആദ്യമായിട്ട് തന്നെ നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഈ ഒരു പുരാതന ഈജിപ്ത് ഭരിച്ചിട്ടുണ്ടായിരുന്ന രാജാവ് തൂത്തൻഖാമൻ ആയിരുന്നു. അതായത് തൂത്തൻഖാമൻ എന്ന പേരുള്ള ഒരു രാജാവായിരുന്നു ഈജിപ്ത് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈജിപ്തിലെ പുരാതന ഈജിപ്തിലെ രാജാവ് ആരായിരുന്നു? അയാളുടെ പേരെന്തായിരുന്നു? തൂത്തൻഖാമൻ എന്നായിരുന്നു. ഓർത്തു വെക്കുക കേട്ടോ, തൂത്തൻഖാമൻ എന്നായിരുന്നു അവിടുത്തെ രാജാവിന്റെ പേര്. ഇനി ഈജിപ്ത് ഭരിച്ചിട്ടുണ്ടായിരുന്ന രാജാക്കന്മാരെ പൊതുവെ നമ്മൾ ഫറോവ എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഈജിപ്ത് ഭരിച്ചിട്ടുണ്ടായിരുന്ന രാജാക്കന്മാരെ പൊതുവെ ഫറോവ എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതും ഓർത്തു വെക്കുക. ഇനി ഈ ഒരു ഈജിപ്ഷ്യൻ ജനതയുടെ
ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അവർ മൃതദേഹങ്ങൾ കേടുവരാതെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മൃതദേഹങ്ങളെ കേടുവരാതെ സൂക്ഷിക്കുന്ന ഒരു രീതി ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ കേടുവരാതെ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ അത്രത്തോളം പഴക്കമുള്ള മൃതദേഹങ്ങളെയാണ് നാം മമ്മികൾ എന്ന് വിളിക്കാറുള്ളത്. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ. അതായത് ഈജിപ്ഷ്യൻ മമ്മികൾ വളരെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മൃതദേഹങ്ങൾ കേടുവരാതെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹങ്ങളെയാണ് നാം എന്ത് പറയുന്നത്? മമ്മികൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള മമ്മികളെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആരാധനാലയങ്ങൾ അന്നത്തെ നഗരങ്ങളിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങളെയാണ് നാം പിരമിഡുകൾ എന്ന് വിളിച്ചത്. അതായത് ഇത്തരത്തിൽ കേടുവരാതെ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹങ്ങളായിട്ടുള്ള മമ്മികളെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആരാധനാലയങ്ങളെയാണ് നാം പിരമിഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഈ ഒരു ഫസ്റ്റ് ഇതിന്റെ ബിഗിനിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള ഈ പിരമിഡുകൾ, നമ്മളിപ്പോ ഈ പറഞ്ഞിട്ടുള്ള ഈ പിരമിഡുകൾ എന്ന് പറയുന്നത് അന്നത്തെ മനുഷ്യാധ്വാനത്തിന്റെയും അതുപോലെ തന്നെ അന്നത്തെ സമ്പത്തിന്റെയും അവരുടെ വൻതോതിലുള്ള ഉപയോഗത്തിന്റെ ഒരു പ്രധാന ഉദാഹരണമായിരുന്നു. അതായത് ഈജിപ്ഷ്യൻ ജനത എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വളരെയധികം കഠിനാധ്വാനം ചെയ്യുകയും അതുപോലെ തന്നെ അവർ സമ്പാദിക്കുന്ന സമ്പത്ത് വളരെയധികം വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അന്നത്തെ പിരമിഡുകൾ. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് വരാവുന്ന എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യോത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം, പുരാതന ഈജിപ്തിലെ രാജാവ് ആരായിരുന്നു? പുരാതന ഈജിപ്തിലെ രാജാവ് ആരായിരുന്നു? ആരായിരുന്നു രാജാവ്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. എന്തായിരുന്നു ആ രാജാവിന്റെ പേര്? തൂത്തൻഖാമൻ. തൂത്തൻഖാമൻ എന്ന് പറയുന്ന രാജാവായിരുന്നു പുരാതന ഈജിപ്ത് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈ ഈജിപ്തിലെ രാജാക്കന്മാരെ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഈജിപ്തിലെ രാജാക്കന്മാരെ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? എന്ത് പേരിലായിരുന്നു ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ഫറോവ. ഫറോവ എന്ന പേരിലായിരുന്നു ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഫറോവ എന്ന പേരിലാണ് ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, മൃതദേഹം കേടുവരാതെ സൂക്ഷിക്കുന്ന ഒരു രീതി ഇവർക്കുണ്ടായിരുന്നു. ഇത്തരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹങ്ങളെ വിളിക്കുന്ന പേര് എന്താണ്? അതായത് കേടുവരാതെ ഒരു മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇത്തരത്തിൽ സൂക്ഷിച്ച മൃതദേഹങ്ങളുടെ പേരെന്തായിരുന്നു? മമ്മികൾ എന്നായിരുന്നു. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളുടെ പേരെന്താണ്? ഇത്തരത്തിൽ മമ്മികൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആരാധനാലയങ്ങളുടെ അല്ലെങ്കിൽ ഈ ഒരു ശവകുടീരങ്ങളുടെ പേര് എന്തായിരുന്നു പേര്? പിരമിഡുകൾ. പിരമിഡുകൾ എന്നാണ് ഇത്തരത്തിലുള്ള ശവകുടീരങ്ങളെ, മമ്മികൾ സൂക്ഷിച്ചിട്ടുള്ള ശവകുടീരങ്ങളെ നാം വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ മറ്റു ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് അടുത്തതായി നാം നോക്കാൻ പോകുന്നത്. ഈ ഒരു ഈജിപ്ഷ്യൻ സംസ്കാരം എന്നത് വളർന്നു വന്നത് ഈജിപ്തിലെ ചില നദിയുടെ തീരങ്ങളിലാണ്. അതായത് ഈജിപ്തിൽ ഉണ്ടായിട്ടുള്ള നദീ തീരങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. അതായത് പ്രധാനമായും ഇവർ കൃഷിയെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അതുപോലെ കൃഷിക്ക് പുറമെ ഇവർ നെയ്ത്ത്, അതുപോലെ തന്നെ സ്ഫടികപാത്ര നിർമ്മാണം എന്നീ ജോലികളിലും ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ഈജിപ്ഷ്യൻ ജനത അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു എഴുത്തുവിദ്യയും വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈജിപ്ഷ്യൻ ജനത എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എഴുത്തുവിദ്യയും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ എഴുത്തുവിദ്യയെ പ്രധാനമായും പറയുന്ന പേരെന്നുള്ളത് ഹൈറോഗ്ലിഫിക്സ് എന്നുള്ളതാണ്. ഹൈറോഗ്ലിഫിക്സ്. അപ്പൊ ഓർത്തു വെക്കുക, ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈജിപ്ഷ്യൻ ജനത ഉണ്ടാക്കിയിട്ടുള്ള എഴുത്തുവിദ്യയാണ് കേട്ടോ. അതായത് ഈജിപ്ഷ്യൻ ജനത ഉണ്ടാക്കിയിട്ടുള്ള എഴുത്തുവിദ്യ പറയുന്ന പേരെന്താണ്? ഹൈറോഗ്ലിഫിക്സ് എന്നുള്ളതാണ്, മറക്കാതിരിക്കുക. ഇനി ഈ ഒരു ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന ഈ ഒരു എഴുത്തുവിദ്യയുടെ ഈ ഒരു പേരിന്റെ മീനിങ് എന്നുള്ളത് വിശുദ്ധമായ എഴുത്ത് എന്നാണ്. ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? ആ ഒരു വാക്കിന്റെ അർത്ഥം എന്താണ്? വിശുദ്ധമായ എഴുത്ത് എന്നുള്ളതാണ്. അതും ഓർത്തു വെക്കുക. ഇനി ഈ ഒരു തരം ചെടിയുണ്ട്, അതായത് പാപ്പിറസ് എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. ഈ ഒരു പാപ്പിറസ് ചെടിയുടെ ഇലകൾ ഉപയോഗിച്ചിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന ആ ഒരു എഴുത്ത് അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താണ്? പാപ്പിറസ് എന്ന് പറയുന്ന ചെടിയുടെ ഇല ഉപയോഗിച്ചിട്ടാണ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്ന കാര്യം ഓർത്തു വെക്കുക. ഓക്കെ. ഇനി ഈ ഒരു ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന ആ ഒരു ലിപി അല്ലെങ്കിൽ ആ ഒരു എഴുത്തുവിദ്യ ആദ്യമായി വായിച്ചെടുത്തത് ഫ്രഞ്ച് പണ്ഡിതനായിട്ടുള്ള ഷംപോലിയോ ആണ്. അതായത് ഷംപോലിയോ എന്ന് പറയുന്ന ഫ്രഞ്ച് പണ്ഡിതനാണ് ആദ്യമായിട്ട് ഈജിപ്തിലെ എഴുത്തുവിദ്യയായിട്ടുള്ള ഈ ഒരു ഹൈറോഗ്ലിഫിക്സ് ആദ്യമായിട്ട് വായിച്ചെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1790 മുതൽ 1830 വരെയാണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു ഹൈറോഗ്ലിഫിക്സ് വായിച്ചെടുത്തത് ആരാണ്? ഈ ഒരു ഫ്രഞ്ച് പണ്ഡിതനായിട്ടുള്ള ഷംപോലിയോ ആണ്. അതും ഓർത്തു വെക്കുക. ഇനി ഈ ഒരു ഹൈറോഗ്ലിഫിക്സ് ആദ്യമായി കണ്ടെത്തിയത് എവിടെയാണെന്ന് കൂടി നോക്കണം നമുക്ക്. ഈ ഒരു ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന ഈ ഒരു എഴുത്തുവിദ്യ ആദ്യമായിട്ട് കണ്ടെത്തിയത് നൈൽ നദീ തീരത്തു നിന്നും കണ്ടെത്തിയ വലിയൊരു ശിലയിൽ നിന്നായിരുന്നു. അതായത്
ഈ ഒരു നൈൽ നദിയുടെ തീരത്ത് നിന്നും കണ്ടെത്തിയ വലിയൊരു ശിലയിൽ നിന്നാണ് ഈ ഒരു ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന ലിപി ആദ്യമായിട്ട് കണ്ടെടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് വരാവുന്ന എക്സ്പെക്ട് ചെയ്യാവുന്ന ചില ചോദ്യോത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി വരുന്നത് പ്രാചീന ഈജിപ്തിലെ ജനത രൂപപ്പെടുത്തിയ എഴുത്തുവിദ്യ ഏത്? പ്രാചീന ഈജിപ്തിലെ ജനത അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ജനത രൂപപ്പെടുത്തിയ എഴുത്തുവിദ്യയുടെ പേര് എന്താണ്? എഴുത്തുവിദ്യയുടെ പേരെന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, എന്താണ്? ഹൈറോഗ്ലിഫിക്സ്. ഹൈറോഗ്ലിഫിക്സ് എന്നുള്ളതാണ് പ്രാചീന ഈജിപ്തിലെ ജനത വികസിപ്പിച്ചെടുത്തിട്ടുള്ള എഴുത്തുവിദ്യയുടെ പേരെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഈ ഒരു ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? വിശുദ്ധമായ എഴുത്ത്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത ചോദ്യം, ഏത് ചെടിയുടെ ഇലകൾ ഉപയോഗിച്ചിട്ടാണ് ഹൈറോഗ്ലിഫിക്സ് എഴുതിയിട്ടുണ്ടായിരുന്നത്? ഏത് ചെടിയുടെ ഇലകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഈജിപ്ഷ്യൻ ജനത ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന അവരുടെ എഴുത്തുവിദ്യ എഴുതിയിട്ടുണ്ടായിരുന്നത്? ഏത് ചെടി ഉപയോഗിച്ചിട്ടായിരുന്നു? പാപ്പിറസ് എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇല ഉപയോഗിച്ചിട്ടായിരുന്നു. പാപ്പിറസ്, അതാണ് കേട്ടോ ആ ഒരു ചെടിയുടെ പേരെന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ഹൈറോഗ്ലിഫിക്സ് ആദ്യമായി വായിച്ചെടുത്തത് ആര്? ഹൈറോഗ്ലിഫിക്സ് ആദ്യമായി വായിച്ചെടുത്തത് ആര്? ആരായിരുന്നു വായിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്? ഫ്രഞ്ച് പണ്ഡിതനായിട്ടുള്ള ഷംപോലിയോ ആണ് ആദ്യമായിട്ട് ഹൈറോഗ്ലിഫിക്സ് വായിച്ചെടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഹൈറോഗ്ലിഫിക്സ് ആദ്യമായി കണ്ടെത്തിയത് എവിടെ? ഹൈറോഗ്ലിഫിക്സ് ആദ്യമായി കണ്ടെത്തിയത് എവിടെ? എവിടെയായിരുന്നു? നൈൽ നദീമുഖത്ത് നിന്നും കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ള വലിയ ഒരു ശിലയിൽ നിന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന ആ ഒരു ലിപി നമ്മൾ ആദ്യമായി കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രം എന്ന് പറയുന്നത് ഈ ഒരു ഹൈറോഗ്ലിഫിക്സ് ലിപിയുടേതാണ് കേട്ടോ. അപ്പൊ ആ ചിത്രം കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക. അപ്പൊ ചോദ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ഇമേജ് തരും അല്ലെങ്കിൽ ഒരു ചിത്രം തരും, എന്നിട്ട് എന്ത് ചോദിക്കും? ഈ ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഒരുപാട് സംസ്കാരങ്ങൾ പഠിക്കുന്നുണ്ട്, അവയുടെ ഒക്കെ ലിപികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ലിപിയും അല്ലെങ്കിൽ എഴുത്തുവിദ്യയും ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. ഓക്കെ, അപ്പൊ എന്താ ഈ ലിപിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്താണ് ചോദ്യം? ഇങ്ങനെയാണ്, ഈ ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഹൈറോഗ്ലിഫിക്സ് എഴുത്തുലിപി അല്ലെങ്കിൽ എഴുത്തുവിദ്യയെ സൂചിപ്പിക്കുന്നു. അതാണ് അതിന്റെ ഉത്തരം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മറ്റ് ചില പ്രത്യേകതകളായിട്ട് ഈ ഒരു ഈജിപ്ഷ്യൻ സംസ്കാരത്തെ പറ്റി പറയുന്നത്. അടുത്തതായി ഈജിപ്ഷ്യൻ ജനതയുടെ ശാസ്ത്രരംഗത്തും ഗണിതശാസ്ത്ര രംഗത്തും അവർ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെ പറ്റിയിട്ടാണ് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് അവർ ശാസ്ത്രരംഗത്ത് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് നോക്കാം. അവർ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ സൂര്യന്റെ ചലനത്തെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടർ നിർമ്മിക്കുകയുണ്ടായി. അതായത് ഈജിപ്ഷ്യൻ ജനത സൂര്യനെ അടിസ്ഥാനപ്പെടുത്തി ഒരു കലണ്ടർ നിർമ്മിച്ചു. ആ കലണ്ടറിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഒരു വർഷത്തെ 365 ദിവസമായി കണക്കാക്കി. അതായത് ഒരു വർഷത്തെ അവർ എത്ര ദിവസമായിട്ടാണ് കണക്കാക്കിയത്? 365 ദിവസമായി കണക്കാക്കി. അതുപോലെ ഒരു വർഷത്തെ 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളാക്കിയിട്ടും അവർ എന്ത് ചെയ്തു? വേർതിരിച്ചു. അതായത് 365 ദിവസമാണ് ഒരു വർഷം എന്ന് പറയുന്നത്. ആ ഒരു വർഷത്തെ 30 ദിവസമുള്ള 12 മാസങ്ങളാക്കിയിട്ടും അവർ തിരിച്ചു. ഇനി ബാക്കി വരുന്ന 5 ദിവസം, അതായത് ഇത്തരത്തിൽ നമ്മൾ ഇങ്ങനെ ദിവസങ്ങളെ വേർതിരിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഒരു 5 ദിവസമുണ്ട്. ഈ 5 ദിവസം അവരെന്ത് ചെയ്തു? ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ചു. ഇതായിരുന്നു അവരുടെ കലണ്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസം. ഈ ഒരു 365 ദിവസത്തെ 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളാക്കി തിരിച്ചു. ബാക്കി വരുന്ന 5 ദിവസത്തെ അവർ ആഘോഷങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു. ഇതാണ് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈജിപ്ഷ്യൻ ജനത ഉണ്ടാക്കിയിട്ടുള്ള കലണ്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്തതായി ഗണിതശാസ്ത്ര മേഖലയിൽ ഇവർ എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് നോക്കാം. ഇവർക്ക് ചതുരം, ത്രികോണം എന്നിവയുടെയൊക്കെ വിസ്തൃതി കണക്കാക്കാൻ അറിയുമായിരുന്നു. അതായത് ചതുരം, ത്രികോണം തുടങ്ങിയവയുടെയൊക്കെ വിസ്തൃതി എങ്ങനെ കണക്കാക്കാം എന്ന് ഇവർക്ക് അറിയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു പിരമിഡുകൾ അതൊക്കെ എന്താണ്? ത്രികോണങ്ങളും ചതുരങ്ങളും ഇതാണ് മെയിൻ ആയിട്ടും വരുന്നത് അതിന്റെ ആ ഒരു നിർമ്മാണത്തിൽ എന്നുള്ളത്. അപ്പൊ അതിന്റെ വിസ്തൃതി കറക്റ്റായിട്ട് കണക്കാക്കാൻ ആർക്ക് അറിയുമായിരുന്നു? ഈജിപ്ഷ്യൻ ജനതയ്ക്ക് അറിയുമായിരുന്നു. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിഴലിനെ അടിസ്ഥാനമാക്കിയിട്ടും അതുപോലെ തന്നെ ജലപ്രവാഹത്തെ അടിസ്ഥാനമാക്കിയിട്ടും ഇവർ സമയം നിർണയിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ നിഴലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സമയം നിർണ്ണയിക്കാൻ അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണം എന്ന് പറയുന്നത് സൂര്യഘടികാരമാണ്. എന്താണ്? സൂര്യഘടികാരം. അതുപോലെ തന്നെ ജലപ്രവാഹത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സമയം നിർണയിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്? ജലഘടികാരം ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ 2 തരത്തിലുള്ള ഘടികാരങ്ങളാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സമയം നോക്കുന്നതിന് വേണ്ടിയിട്ട് 2 തരത്തിലുള്ള ഘടികാരങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഒന്ന് സൂര്യഘടികാരം, രണ്ടാമതായി വരുന്നത് ജലഘടികാരം. സൂര്യഘടികാരം എന്ന് പറയുന്നത് സൂര്യന്റെ നിഴലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമയനിർണ്ണയമായിരുന്നു. എന്നാൽ ജലഘടികാരം എന്ന് പറയുന്നത് ജലപ്രവാഹത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു.
പ്രതിമ നിർമ്മാണത്തിലും ഈജിപ്ഷ്യൻ ജനത വളരെ വിദഗ്ധരായിരുന്നു. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് മനുഷ്യന്റെ തലയും അതുപോലെ തന്നെ സിംഹത്തിന്റെ ഉടലുമുള്ള ഒരു പ്രതിമ. ആ പ്രതിമയുടെ പേരെന്ന് പറയുന്നത് സിഫിങ്സ് ആണ്. സിഫിങ്സ്. ഓക്കെ, ഈ ഒരു സിഫിങ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രതിമയുടെ ഒരു പ്രത്യേകത എന്താ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഒരു മനുഷ്യന്റെ തലയാണ് അതിനുള്ളത്, അതുപോലെ തന്നെ സിംഹത്തിന്റെ ഉടലാണുള്ളത്. അപ്പൊ ഈ ഒരു സിഫിങ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രതിമയാണ് ഇവരുടെ ഈ ഒരു പ്രതിമാ നിർമ്മാണത്തിൽ എത്രത്തോളം ഇവർ വിദഗ്ധരാണ് എന്ന് കാണിക്കുന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവരെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ജനതയെ പറ്റിയിട്ടും അവരുടെ സംസ്കാരത്തെ പറ്റിയിട്ടും പറയുന്നത്. ഇപ്പൊ ഡിസ്കസ് ചെയ്ത ഏരിയയിൽ നിന്നും ഏതൊക്കെ ചോദ്യോത്തരങ്ങൾ വരാമെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഈജിപ്ഷ്യൻ കലണ്ടർ എന്തിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു? എന്താണ് ചോദ്യം? ഈജിപ്ഷ്യൻ കലണ്ടർ എന്തിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു? എന്തിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു? സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ഈജിപ്ഷ്യൻ ജനത ഉണ്ടാക്കിയിട്ടുള്ള കലണ്ടർ ഉണ്ടായിരുന്നത്. അപ്പൊ എന്താണ്? സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നുള്ളതാണ് ഉത്തരം. ക്ലിയർ? ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇവർ ഉണ്ടാക്കിയിട്ടുള്ള കലണ്ടറിന്റെ പ്രത്യേകത എന്തെല്ലാം? ഈജിപ്ഷ്യൻ ജനത ഉണ്ടാക്കിയിട്ടുള്ള, അതായത് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവർ ഉണ്ടാക്കിയിട്ടുള്ള കലണ്ടറിന്റെ പ്രത്യേകത എന്തെല്ലാം? എന്തൊക്കെയായിരുന്നു പ്രത്യേകത? ഒരു വർഷത്തിൽ എത്ര ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്? 365 ദിവസം ഉണ്ടായിരുന്നു. ഈ 365 ദിവസത്തെ അല്ലെങ്കിൽ ആ ഒരു വർഷത്തെ 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളാക്കിയിട്ട് തിരിച്ചു. ബാക്കി വരുന്ന 5 ദിവസങ്ങൾ ആഘോഷങ്ങൾക്കായിട്ടും ഉപയോഗിച്ചു. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഒരു വർഷത്തെ 365 ദിവസമാക്കി തിരിച്ചു. ഈ 365 ദിവസത്തെ 30 ദിവസമുള്ള 12 മാസങ്ങളാക്കി തിരിച്ചു. പിന്നീട് ബാക്കി വരുന്ന 5 ദിവസം ആഘോഷങ്ങൾക്കായിട്ടും അവർ ഉപയോഗിച്ചു. അടുത്ത ചോദ്യം, നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കിയിരുന്ന ജനവിഭാഗം ഏത്? നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കിയിരുന്ന ജനവിഭാഗം ഏത്? ഏത് ജനവിഭാഗമായിരുന്നു നിഴലിനെ അടിസ്ഥാനപ്പെടുത്തി സമയം കണക്കാക്കിയിരുന്നത്? ഈജിപ്ഷ്യൻ ജനവിഭാഗമായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, സമയം കണക്കാക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഏതൊക്കെ? ഈജിപ്ഷ്യൻ ജനത സമയം കണക്കാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഉപകരണങ്ങൾ ഏതൊക്കെ? ഏതൊക്കെ ഉപകരണങ്ങളായിരുന്നു സമയം കണക്കാക്കാൻ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? സൂര്യഘടികാരവും അതുപോലെ തന്നെ ജലഘടികാരവും. അപ്പൊ സൂര്യഘടികാരവും ജലഘടികാരവുമാണ് ഈജിപ്ഷ്യൻ ജനത സമയം നോക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈജിപ്ഷ്യരുടെ ശില്പവൈദഗ്ധ്യത്തിന് ഉദാഹരണമാണ് ഡാഷ്. അതായത് ഈജിപ്ഷ്യരുടെ ശില്പവൈദഗ്ധ്യത്തിന് ഉദാഹരണമാണ് ഡാഷ്. നമ്മളപ്പോ ആ ഡാഷ് ഇട്ട ഭാഗത്ത് അല്ലെങ്കിൽ ആ ബ്ലാങ്ക് സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യണം? പൂരിപ്പിക്കണം അല്ലെ? അപ്പൊ എന്താണ്? ഈജിപ്ഷ്യരുടെ ശില്പവൈദഗ്ധ്യത്തെ കാണിക്കുന്ന ഒരു ഉത്തമ ഉദാഹരണം ഏതായിരുന്നു? നമ്മളൊരു പ്രതിമയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ പ്രതിമയുടെ പേരെന്ന് പറയുന്നത്? സിഫിങ്സ് അല്ലെ? സിഫിങ്സ് എന്ന് പറയുന്ന ഒരു പ്രതിമയായിരുന്നു അവരുടെ ഈ ഒരു ശില്പ വൈദഗ്ധ്യത്തിൽ അവർ എത്രത്തോളം വിദഗ്ധരാണ് എന്ന് കാണിക്കുന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണം. ഈ ഒരു ശില്പത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? അത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? അതിനെന്താണ്? മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഈജിപ്ഷ്യൻ സംസ്കാരത്തെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തെ പറ്റി നാം ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെസപ്പൊട്ടാമിയൻ സംസ്കാരത്തെ പറ്റിയിട്ടാണ്. അടുത്തത് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? മെസപ്പൊട്ടാമിയൻ സംസ്കാരത്തെ പറ്റിയിട്ടാണ്. ഈ ഒരു മെസപ്പൊട്ടാമിയൻ സംസ്കാരം വളർന്നു വന്നത് ഇന്നത്തെ ഇറാഖ് സ്ഥിതി ചെയ്യുന്ന ആ ഒരു പ്രദേശത്തായിരുന്നു. അതായത് ഇന്നത്തെ ഇറാഖ് സ്ഥിതി ചെയ്യുന്ന ഏകദേശം ആ ഒരു പ്രദേശത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു മെസപ്പൊട്ടാമിയൻ സംസ്കാരം വളർന്നു വന്നിട്ടുള്ളത്. അതിന്റെ ഒരു എക്സാക്ട് പ്ലേസ്, അതിന്റെ കറക്റ്റ് പ്ലേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അൾമീരിയൻ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ട് പേർഷ്യൻ കടലിൽ പതിക്കുന്ന ഈ ഒരു യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്, 2 നദികളാണ്, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. ഈ 2 നദികളുടെ ഇടയിലായിട്ടാണ് ഏത് പ്രദേശം വരുന്നത്? ഈ ഒരു മെസപ്പൊട്ടാമിയൻ സംസ്കാരം വളർന്നു വന്ന ആ ഒരു പ്രദേശം വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മൾ ഈ ഒരു മെസപ്പൊട്ടാമിയൻ സംസ്കാരം വളർന്നു വന്നത് എവിടെയാണെന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അതായത് അൾമീരിയൻ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച് ഈ ഒരു പേർഷ്യൻ കടലിൽ പതിക്കുന്ന യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് 2 നദികളുടെ പേരുകളാണ് കേട്ടോ. ഈ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് എന്നീ നദികളുടെ നടുവിലായിട്ടാണ്, ഇടയിലായിട്ടാണ് എന്ത് വളർന്നു വന്നിട്ടുള്ളത്? ഈ ഒരു മെസപ്പൊട്ടാമിയൻ സംസ്കാരം വളർന്നു വന്നിട്ടുള്ളത്. ഈ മെസപ്പൊട്ടാമിയൻ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്നുള്ളത് 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് കേട്ടോ. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടാമിയൻ എന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് 2-3 ചോദ്യങ്ങളാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, മെസപ്പൊട്ടാമിയൻ സംസ്കാരം വളർന്നു വന്ന സ്ഥലം ഏതാണ്? മെസപ്പൊട്ടാമിയൻ സംസ്കാരം വളർന്നു വന്ന സ്ഥലം ഏതാണ്? ഇന്നത്തെ ഇറാഖ് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കേട്ടോ. ഇന്നത്തെ ഇറാഖ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടാമിയൻ സംസ്കാരം വളർന്നു വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, പ്രാചീന മെസപ്പൊട്ടാമിയൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പ്രാചീന മെസപ്പൊട്ടാമിയൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ് പ്രാചീന മെസപ്പൊട്ടാമിയൻ സ്ഥിതി ചെയ്യുന്നത്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികളുടെ ഇടയിലായിട്ടാണ് മെസപ്പൊട്ടാമിയൻ സംസ്കാരം, പ്രാചീന മെസപ്പൊട്ടാമിയൻ സംസ്കാരം ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, മെസപ്പൊട്ടാമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്?
മെസപ്പൊട്ടാമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അർത്ഥം എന്താണ്? രണ്ട് നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് മെസപ്പൊട്ടാമിയ എന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം. ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ ഈ ഒരു മെസപ്പൊട്ടേമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്യുകയുണ്ടായി. അതായത് ഈ ഒരു മെസപ്പൊട്ടാമിയൻ സംസ്കാരം നിലനിന്നിരുന്ന ആ ഒരു സമയത്ത് തന്നെ അതിന്റെ ഉള്ളിൽ തന്നെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 4 വ്യത്യസ്ത തരത്തിലുള്ള സംസ്കാരങ്ങൾ ഉദയം കൊള്ളുകയും അതുപോലെ തന്നെ അസ്തമിക്കുകയും ഉണ്ടായി. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. അതായത് സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ ഈ 4 സംസ്കാരങ്ങളായിരുന്നു ഈ ഒരു മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ ആ ഒരു ടൈമിൽ മെസപ്പൊട്ടേമിയയിൽ ഉദയം ചെയ്യുകയും അതുപോലെ തന്നെ അസ്തമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ടുള്ള സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഈ ഒരു 4 സംസ്കാരങ്ങൾ വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ വരാം, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഓരോന്ന് വെച്ചിട്ടായിരിക്കും ചോദിക്കാം. അതായത് ഈ ഒരു സുമേറിയൻ എന്ന് പറയുന്ന സംസ്കാരം ഉദയം ചെയ്തതും അസ്തമിച്ചതും എവിടെയായിരുന്നു? മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലാണ്. അപ്പൊ അത് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് ഇവിടെ ഒരു ഫലഭൂഷ്ടമായ മണ്ണായിരുന്നു ഈ ഒരു മെസപ്പൊട്ടേമിയൻ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇത് നദീതീരങ്ങളാണ് അല്ലെ, അതുകൊണ്ട് വളരെയധികം ഫലഭൂഷ്ടമായ മണ്ണാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൃഷിയെയും കച്ചവടത്തെയും അതുപോലെ തന്നെ നഗരത്തിന്റെ വളർച്ചയ്ക്കും വളരെയധികം സഹായകമായി. അതായത് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഈ ഒരു ഫലഭൂഷ്ടമായ മണ്ണ് എന്തിനൊക്കെയായിരുന്നു സഹായിച്ചിട്ടുണ്ടായിരുന്നത്? കൃഷിയെ സഹായിച്ചു, അതുപോലെ തന്നെ എന്താണ്, കച്ചവടത്തെ സഹായിച്ചു. കാരണം കൃഷി കൂടിക്കഴിഞ്ഞാൽ അവർക്ക് കച്ചവടം കൂടും അല്ലെ, കച്ചവടത്തെ സഹായിച്ചു. ഇത്തരത്തിൽ കച്ചവടം കൂടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാണ്? നഗരത്തിന്റെ വളർച്ചയ്ക്കും കാരണമാകും. അപ്പൊ എന്താണ്, ഇത്തരത്തിലുള്ള 3 കാരണങ്ങൾക്ക് ഈ ഒരു ഫലഭൂഷ്ടമായ മണ്ണ് കാരണമായി. ഈ ഒരു മെസപ്പൊട്ടാമിയയിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന നഗരങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട്. ഉർ, ഉറൂക്ക്, ലഗാഷ്. ഉർ, ഉറൂക്ക്, ലഗാഷ് ഈ 3 മെസപ്പൊട്ടേമിയയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളുടെ പേരുകൾ എന്ന് പറയുന്നത്. അത് ഓർത്തു വെക്കാം. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന 2 ചോദ്യങ്ങളാണുള്ളത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് മെസപ്പൊട്ടാമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്ത സംസ്കാരങ്ങൾ ഏതാണ്? മെസപ്പൊട്ടാമിയയിൽ ഉദയം ചെയ്യുകയും ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്തിട്ടുള്ള സംസ്കാരങ്ങൾ ഏതൊക്കെയായിരുന്നു? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ ഈ 4 സംസ്കാരങ്ങളാണ് മെസപ്പൊട്ടാമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പ്രാചീന മെസപ്പൊട്ടാമിയയിലെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെ? പ്രാചീന മെസപ്പൊട്ടാമിയയിലെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെ? പ്രധാന നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു? 3 ഉണ്ടായിരുന്നത്. ഉർ, ഉറൂക്ക്, ലഗാഷ്. ഉർ, ഉറൂക്ക്, ലഗാഷ് ഈ 3 പ്രാചീന മെസപ്പൊട്ടാമിയയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്ന് പറയുന്നത്. ഇനി മെസപ്പൊട്ടാമിയൻ സംസ്കാരത്തിന്റെ എഴുത്തുവിദ്യ ഏതാണെന്ന് നോക്കാം. അതുപോലെ തന്നെ അവരുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഉണ്ടായിട്ടുള്ള പുരോഗതികൾ എന്തൊക്കെയാണെന്നും നോക്കാം. അപ്പൊ ആദ്യമായിട്ട് വരുന്നത് എഴുത്തുവിദ്യയെ പറ്റിയിട്ടാണ്. ഇവരുടെ മെസപ്പൊട്ടാമിയൻ സംസ്കാരം അവർ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള എഴുത്തുവിദ്യ പ്രധാനമായും ക്യൂണിഫോം എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് മെസപ്പൊട്ടാമിയൻ സംസ്കാരത്തിലെ ജനത വികസിപ്പിച്ചെടുത്തിട്ടുള്ള എഴുത്തുവിദ്യ എന്ത് പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ക്യൂണിഫോം എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു ആകൃതി അല്ലെങ്കിൽ ഈ ഒരു ലിപിയുടെ അല്ലെങ്കിൽ ആ ഒരു എഴുത്തുവിദ്യയുടെ ആകൃതി എന്ന് പറയുന്നത് ഒരു ആപ്പിന്റെ ആകൃതിയായിരുന്നു. ഒരു ആപ്പിന്റെ ആകൃതിയായിരുന്നു എന്തിനുണ്ടായിരുന്നത്? ഈ ഒരു ക്യൂണിഫോം എന്ന് പറയുന്ന ആ ഒരു ലിപിക്ക് ഉണ്ടായിരുന്നത്. മണ്ണ് കുഴച്ചുണ്ടാക്കിയിട്ടുള്ള പ്രതലത്തിൽ കൂർത്ത മുനയുള്ള എഴുത്താണ് ഉപയോഗിച്ചിട്ടാണ് ഇവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതായത് മണ്ണ് കുഴച്ചുണ്ടാക്കിയിട്ടുള്ള മിനുസമുള്ള പ്രതലത്തിൽ കൂർത്ത എഴുത്താണ് ഉപയോഗിച്ചിട്ടാണ് ഇവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ഉണക്കുന്ന ഒരു രീതി, ഇതായിരുന്നു അവരുടെ ഈ ക്യൂണിഫോം എന്ന് പറയുന്ന ആ ഒരു ലിപിയുടെ പ്രത്യേകത. അപ്പൊ എന്തൊക്കെയാണ് ക്യൂണിഫോം ലിപിയെ പറ്റി നമ്മൾ പറഞ്ഞത്? ക്യൂണിഫോം എന്ന ലിപി ഏത് ആകൃതിയിലാണുള്ളത്? ആപ്പിന്റെ ആകൃതിയിലാണുള്ളത്. ഇത് കുഴച്ച് മൺകട്ട അല്ലെങ്കിൽ മൺകട്ട മിനുസപ്പെടുത്തിയിട്ട് അതിന്റെ മുകളിലാണ് ഇവർ കൂർത്ത മുനയുള്ള എഴുത്താണ് ഉപയോഗിച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ഉണക്കി സൂക്ഷിക്കുന്ന ഒരു രീതി, അതായിരുന്നു ഈ ഒരു ക്യൂണിഫോം ലിപിയുടെ പ്രത്യേകത. ഇനി ഈ ഭാഗത്ത് നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യോത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, മെസപ്പൊട്ടാമിയയിലെ എഴുത്തുവിദ്യയുടെ പേരെന്താണ്? മെസപ്പൊട്ടാമിയയിലെ എഴുത്തുവിദ്യയുടെ പേരെന്താണ്? മെസപ്പൊട്ടാമിയ ജനത വികസിപ്പിച്ചെടുത്ത എഴുത്തുവിദ്യയുടെ പേരെന്താണ്? ക്യൂണിഫോം ലിപി. ക്യൂണിഫോം ലിപിയാണ് മെസപ്പൊട്ടാമിയയിലെ എഴുത്തുവിദ്യയുടെ പേര്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, ക്യൂണിഫോം ലിപിയുടെ ആകൃതി എന്ത്? ക്യൂണിഫോം ലിപിയുടെ ആകൃതി എന്ത്? എന്താകൃതിയിലാണ് ക്യൂണിഫോം ലിപി ഉള്ളത്? ആപ്പിന്റെ ആകൃതിയിലാണ് അല്ലേ? അപ്പൊ എന്താണ് ഉത്തരം? ആപ്പിന്റെ ആകൃതി. ക്യൂണിഫോം ലിപി ഏതാകൃതിയിലാണുള്ളത്? ആപ്പിന്റെ ആകൃതി. ഇനി മൂന്നാമത്തെ ചോദ്യം, ക്യൂണിഫോം ലിപി എഴുതുവാനായി എന്ത് വസ്തുവാണ് ഉപയോഗിച്ചിരുന്നത്?
ചോദ്യം എന്താണ്? ക്യൂണിഫോം ലിപി എഴുതുവാനായി എന്ത് വസ്തുവാണ് ഉപയോഗിച്ചിരുന്നത്? എന്താണ് ഉപയോഗിച്ചിരുന്നത്? മണ്ണ് കുഴച്ചുണ്ടാക്കിയ ചെറുഫലകങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഇത്തരത്തിൽ മണ്ണ് കുഴച്ചുണ്ടാക്കിയ ചെറുഫലകങ്ങളിലാണ് ക്യൂണിഫോം ലിപി എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, എന്തുപയോഗിച്ചാണ് ക്യൂണിഫോം ലിപി എഴുതിയിട്ടുണ്ടായിരുന്നത്? അതായത് ക്യൂണിഫോം ലിപി എഴുതാൻ ഉപയോഗിച്ചിരുന്ന വസ്തുവിനെയാണ് കേട്ടോ ചോദിക്കുന്നത്. എന്തുപയോഗിച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? കൂർത്ത മുനയുള്ള എഴുത്താണി ഉപയോഗിച്ചിട്ടാണ്. അതായത് മണ്ണ് കുഴച്ചുണ്ടാക്കിയ ചെറുഫലകങ്ങളിൽ കൂർത്ത മുനയുള്ള എഴുത്താണി ഉപയോഗിച്ച് എഴുതിയിട്ട് അത് പിന്നീട് ഉണക്കി സൂക്ഷിക്കുന്ന ഒരു രീതിയായിരുന്നു മെസൊപ്പൊട്ടാമിയൻ ജനതയ്ക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ക്യൂണിഫോം ലിപിയുടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രം തന്നുകൊണ്ടാണ് അടുത്ത ചോദ്യം. ഈ ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ ചിത്രം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ക്യൂണിഫോം ലിപിയെയാണ്. അപ്പോൾ ക്യൂണിഫോം ലിപിയുടെ ചിത്രം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്നും വരാവുന്നത്. ഇനി ഈ ഒരു ജ്യോതിശാസ്ത്രം അതുപോലെ തന്നെ ഗണിതശാസ്ത്രം ഇതിലൊക്കെ ഇവർക്ക് എന്തുണ്ടായിരുന്നു? വളരെയധികം നേട്ടങ്ങൾ അവർ കൈവരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താണ്, അവർ ഈ ഒരു കാര്യത്തിലൊക്കെ വളരെ വിദഗ്ധരായിരുന്നു. അവരും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു അവർ കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നേരെ നമ്മൾ ഇതിന്റെ തൊട്ട് മുന്നേ നമ്മൾ എന്ത് പറഞ്ഞു? ഈ ഒരു നമ്മൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തെ പറ്റി പറഞ്ഞു അല്ലെ? ഈജിപ്ഷ്യൻ സംസ്കാരം എന്താണ്? സൂര്യന്റെ ചലനത്തിനനുസരിച്ചാണ് കലണ്ടർ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ മെസൊപ്പൊട്ടാമിയൻ സംസ്കാരം എന്താണ്? ചന്ദ്രന്റെ ചലനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കലണ്ടർ ഉണ്ടാക്കിയിരുന്നത്. അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവരും എന്താണ്? ഒരു വർഷത്തെ 12 മാസമാക്കിയിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു വർഷത്തെ 12 മാസമായിട്ട് കണക്കാക്കി, അതായത് ഈജിപ്ഷ്യൻ ജനതയെ പോലെ തന്നെ. ഇനി ഈ ഒരു 12 മാസത്തെ ഇവരെന്ത് ചെയ്തു? 4 ആഴ്ചകളാക്കി തിരിച്ചു. അതായത് 12 മാസത്തെ ഇവരെന്താക്കി? 4 ആഴ്ചകളാക്കി തിരിച്ചു. ഓരോ ദിവസത്തെ 24 മണിക്കൂറായിട്ടും ഇവർ തിരിച്ചു. അതാണ് ഇവരുടെ കലണ്ടറിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ കലണ്ടറിന്റെ, അതായത് ഈ ഒരു മെസൊപ്പൊട്ടാമിയൻ സംസ്കാരം ജനത അല്ലെങ്കിൽ മെസൊപ്പൊട്ടാമിയൻ ജനത വികസിപ്പിച്ചെടുത്തുള്ള കലണ്ടറിന്റെ പ്രത്യേകത എന്തായിരുന്നു? ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു ഒരു വർഷത്തെ 12 മാസമാക്കി തിരിച്ചു. അപ്പൊ ഈ ഓരോ മാസത്തിലും 4 ആഴ്ചകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഓരോ ദിവസവും 24 മണിക്കൂറായിട്ടും അവർ കണക്കാക്കി. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് വരാവുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, മെസൊപ്പൊട്ടാമിയൻ ജനത നിർമ്മിച്ചെടുത്തിട്ടുള്ള കലണ്ടർ എന്തിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു? എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടായിരുന്നു? ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു. അടുത്ത ചോദ്യം, ഈ മെസൊപ്പൊട്ടാമിയൻ ജനത വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കലണ്ടറിന്റെ പ്രത്യേകത എന്തായിരുന്നു? എന്തായിരുന്നു ആ കലണ്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അതെ, അതെന്തായിരുന്നു? നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതെങ്ങനെയാണ്? ഒരു വർഷത്തെ അവർ 12 മാസമാക്കി തിരിച്ചു. ഒരു മാസം 4 ആഴ്ചകൾ ഉണ്ടായിരിക്കും. ഒരു ദിവസം 24 മണിക്കൂറും ആയിരിക്കും. ഇതാണ് ആ കലണ്ടറിന്റെ പ്രത്യേകത. അടുത്തതായി മെസൊപ്പൊട്ടാമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തെ പറ്റിയിട്ടാണ് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെസൊപ്പൊട്ടാമിയൻ സംസ്കാരത്തിന്റെ നിർമ്മാണ വൈഭവം കാണിച്ചു തരുന്ന ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു സിഗുറാത്തുകൾ എന്ന് വിളിച്ചിരുന്ന ആരാധനാലയങ്ങൾ. അതായത് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു സിഗുറാത്തുകൾ എന്ന് വിളിക്കുന്ന ആരാധനാലയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്രധാനമായിട്ടും നഗരങ്ങളിലാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ നിർമ്മാണ രീതി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇവർ മൺകൂനകൾ ഉണ്ടാക്കും. ഈ മൺകൂനകൾക്ക് മുകളിൽ ഇഷ്ടിക അടുക്കി വെച്ചിട്ടായിരുന്നു സിഗുറാത്തുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ സിഗുറാത്തുകളാണ് അവരുടെ നിർമ്മാണ വൈഭവത്തിന് ഒരു ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് 3 ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, പ്രാചീന മെസൊപ്പൊട്ടാമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന്റെ തെളിവാണ് ഡാഷ്. അതായത് പ്രാചീന മെസൊപ്പൊട്ടാമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന്റെ ഉദാഹരണമാണ് ഡാഷ്. അപ്പൊ നമ്മൾ അവിടെ പൂരിപ്പിക്കണം. എന്താണ് ആ നിർമ്മാണ വൈഭവത്തിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത്? സിഗുറാത്തുകൾ എന്ന ആരാധനാലയങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, മെസൊപ്പൊട്ടാമിയൻ ജനത നഗരങ്ങളിൽ നിർമ്മിച്ച ആരാധനാലയത്തിന്റെ പേര് എന്താണ്? മെസൊപ്പൊട്ടാമിയൻ ജനത നഗരങ്ങളിൽ നിർമ്മിച്ച ആരാധനാലയത്തിന്റെ പേര് എന്താണ്? എന്തായിരുന്നു പേര്? സിഗുറാത്തുകൾ. ഓക്കെ, അടുത്ത ചോദ്യം, എന്തുപയോഗിച്ചാണ് സിഗുറാത്തുകൾ പണിതത്? അല്ലെങ്കിൽ എങ്ങനെയാണ് സിഗുറാത്തുകൾ പണിതത്? എങ്ങനെയായിരുന്നു പണിതത്? ആദ്യം മൺകൂനകൾ ഉണ്ടാക്കും. മൺകൂനകൾക്ക് മുകളിൽ ഇഷ്ടിക അടുക്കി വെച്ചിട്ടായിരുന്നു സിഗുറാത്തുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മെസൊപ്പൊട്ടാമിയൻ സംസ്കാരത്തെ പറ്റിയിട്ട് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്തതായിട്ട് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൈനീസ് സംസ്കാരത്തെ പറ്റിയിട്ടാണ്. അടുത്തതായി നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ചൈനീസ് സംസ്കാരത്തെ പറ്റിയിട്ടാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സംസ്കാരങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു പോർഷനാണ് നമ്മുടെ ഈ ഒരു ചൈനീസ് സംസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നത്. ആ ഒരു ചൈനീസ് സംസ്കാരത്തെ പറ്റി നമുക്ക് ആദ്യം എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം. ആദ്യമായി ഹോയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം വളർന്നു വന്നത്. അപ്പോൾ ചൈനീസ് സംസ്കാരം വളർന്നു വന്നത് എവിടെയാണ്? ഹോയാങ്ഹോ നദീതടത്തിലാണ് കേട്ടോ. അത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഹോയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ആദ്യമായിട്ട് വളർന്നു വന്നത്. ഇവരുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. അതായത് കൃഷിയെ ആശ്രയിച്ചിട്ടാണ് ഈ ഒരു ചൈനീസ് ജനത ഉണ്ടായിരുന്നത്. കൃഷിക്കൊപ്പം തന്നെ മൺപാത്ര നിർമ്മാണം, അതുപോലെ തന്നെ പട്ടുവസ്ത്ര നിർമ്മാണം, നെയ്ത്ത് ഇവയും അവർ
എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ജീവിതമാർഗമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ചൈനീസ് ജനതയുടെ പുരാതന ചൈനീസ് ജനതയുടെ പ്രധാനപ്പെട്ട ജീവിതമാർഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കൃഷിയാണ്, പിന്നൊന്ന് നെയ്ത്താണ്, ദെൻ മൺപാത്ര നിർമ്മാണം, അതുപോലെ തന്നെ പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയായിരുന്നു. ഇത് ഓർത്തു വെക്കാം. ഓക്കെ, ഇനി ഈ ഒരു പുരാതന ചൈനയിൽ മറ്റു സംസ്കാരങ്ങളെ പോലെ തന്നെ പുരാതന ചൈനയിലും എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടേതായിട്ടുള്ള ഒരു എഴുത്തുവിദ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എഴുത്തുവിദ്യയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. അവരുടെ ലിപികൾ എങ്ങനെയായിരുന്നു, ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചിത്രങ്ങൾ മാറിയിട്ട് ചെറിയ ചെറിയ ചിഹ്നങ്ങൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതായിരുന്നു അവർ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ലിപിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ മറ്റു സംസ്കാരങ്ങളെ പോലെ ഇവരും എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഒരു കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു കലണ്ടറിന്റെ ഒരു പ്രത്യേകത മറ്റു സംസ്കാരങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ കാണാവുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു വർഷത്തെ 365 ദിവസമായിട്ടാണ് നമ്മൾ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് 365 ദിവസമായിട്ടാണ് ചൈനീസ് ജനത എന്തിനെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്, ഒരു വർഷത്തെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്, പുരാതന ചൈനീസ് ജനത. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചൈനീസ് സംസ്കാരത്തെ പറ്റി പറയുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് വരാവുന്ന ചോദ്യോത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ചൈനീസ് സംസ്കാരം വളർന്നത് എവിടെയാണ്? ചൈനീസ് സംസ്കാരം വളർന്നു വന്നത് എവിടെയാണ്? ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം വളർന്നു വന്നത്. ഏത് നദീതടത്തിലാണ്? ഹൊയാങ്ഹോ നദീതടത്തിൽ. ഓക്കെ, അടുത്ത ചോദ്യം, ഈ ഒരു ചൈനീസ് ജനതയുടെ ജീവിതത്തിന്റെ അടിത്തറ എന്തായിരുന്നു? ചൈനീസ് ജനതയുടെ ജീവിതത്തിന്റെ അടിത്തറ എന്തായിരുന്നു? പ്രധാനമായിട്ടും അവർ കൃഷിയെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ കൃഷിയാണ് അവരുടെ അടിത്തറ. ഓക്കെ, അടുത്ത ചോദ്യം, പുരാതന ചൈനയിലെ എഴുത്തുവിദ്യയുടെ പ്രത്യേകത എന്താണ്? പുരാതന ചൈനയിലെ എഴുത്തുവിദ്യയുടെ പ്രത്യേകത എന്താണ്? എന്തായിരുന്നു പ്രത്യേകത? ആദ്യം ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതെന്തായി, ചെറിയ ചെറിയ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ട് ആവാൻ തുടങ്ങി. ചെറിയ മാറ്റങ്ങൾ അതിനുണ്ടായിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പ്രാചീന ചൈനക്കാർ ഉണ്ടാക്കിയിട്ടുള്ള കലണ്ടറിൽ ഒരു വർഷത്തിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? അതായത് പ്രാചീന ചൈന ജനത ഉണ്ടാക്കിയിട്ടുള്ള കലണ്ടറിൽ ഒരു വർഷത്തിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? എത്ര ദിവസമാണ് ഉണ്ടായിരുന്നത്? 365 ദിവസമാണ് ഉണ്ടായിരുന്നത്. എത്ര ദിവസമാണ്? 365 ദിവസം. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചൈനീസ് സംസ്കാരത്തെ പറ്റിയിട്ടും അതിൽ നിന്ന് വരാവുന്ന ചോദ്യോത്തരങ്ങളെ പറ്റിയിട്ടും പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അതായത് സിന്ധു നദീതട സംസ്കാരത്തെ പറ്റിയിട്ട്, ഈജിപ്ഷ്യൻ സംസ്കാരത്തെ പറ്റിയിട്ട്, മെസപ്പൊട്ടാമിയൻ സംസ്കാരത്തെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ചൈനീസ് സംസ്കാരം, 4 സംസ്കാരങ്ങളെ പറ്റിയിട്ടാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതായത് നദീതടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രാചീന കാലത്ത് ഉണ്ടായി വന്നിട്ടുള്ള സംസ്കാരങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള 4 എണ്ണം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു.